നമസ്കാരം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചതും ക്രിസ്മസ് വിരുന്ന് നൽകിയതുമെല്ലാം നമ്മൾ കണ്ടതാണ്. അതിന്റെ വാർത്ത തത്വമൈ പ്രേക്ഷകരിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴാ നരേന്ദ്രമോദി ക്രിസ്മസ് ആഘോഷം കൊണ്ടാടിയത് കണ്ടതോടെ ചിലർക്ക് ഹാലിളകിയ മട്ടാണ്. അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുള്ള മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഖാസ. വീഡിയോ പൂർണ്ണമായും കാണാം. നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ക്രിസ്മസ് ദിനത്തിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് ക്രിസ്മസ് ആഘോഷവും ക്രിസ്മസ് വിരുന്നും നടത്തിയിട്ടുണ്ട്. അപ്പൊ ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി കേരളത്തിലെ ഭരണപ്രതിപക്ഷങ്ങളുടെ ആസനത്തിൽ തീ പിടിച്ച അവസ്ഥയാണ്. എന്നാൽ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ക്രിസ്മസ് ആഘോഷിക്കരുത്, ആശംസ നേരരുത്, അല്ലാഹുവിന്റെ ശത്രുക്കളുടെ ആഘോഷത്തിൽ പങ്കേറരുത് എന്നൊക്കെ ചില ഉസ്താക്കന്മാരും സോഷ്യൽ മീഡിയ വഴി ചില സംഘടനകളൊക്കെ ആഹ്വാനം നടത്തിയപ്പോഴൊക്കെ മൗനം ഭജിച്ചിരുന്നവരാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു സമുദായത്തിന്റെ ആഘോഷത്തിൽ പങ്കുചേർന്നപ്പോൾ ഉടൻ തന്നെ അതിനെതിരെ ക്രിസ്ത്യൻ സ്നേഹവുമായി രംഗത്തെത്തിയിരിക്കും. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് ആഘോഷം ഒട്ടും സഹിക്കാനാവാതായിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസുകാർക്കാണ്. അത് പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശനിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. അല്ല സതീശ, നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലോ എവിടെയെങ്കിലും ഒരു ഹൈന്ദവ സംഘടന ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ തിരിഞ്ഞാലുടൻ അപ്പോൾ മാത്രം കോൺഗ്രസ്സുകാര് സടകുടഞ്ഞ് എഴുന്നേറ്റ് ഞങ്ങളുടെ രക്ഷകർ ചമഞ്ഞ് മുതലക്കണ്ണിയുമായി കേരളത്തിലെത്തും. ഇതൊരു സ്ഥിരം പതിവായി മാറിയിരിക്കുകയാണ്. ഒന്ന് ചോദിച്ചോട്ടെ സതീശ, നിങ്ങൾക്ക് ഇത്രയും നോർത്ത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളോട് സ്നേഹമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായ നോർത്ത് ഇന്ത്യയിൽ ഒരിടത്ത് പോലും കോൺഗ്രസ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇടപെടാത്തത്? എന്താ അവിടെ ഒന്നും നിങ്ങളുടെ പ്രവർത്തകരില്ല? ഇത്രയും വർഷങ്ങൾക്കിടയിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിങ്ങളൊരു പ്രതിഷേധമോ ഒരു റാലി അവിടെ നടത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയൊന്നും ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല. അതിന് പകരം അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഊതിപ്പെരുപ്പിച്ച് ഇവിടെ കൊണ്ട് വാർത്തയാക്കാണ് നിങ്ങൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭാരതത്തിൽ കേന്ദ്രവും പല സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്താണ് കാണ്ടമാൻ ഉൾപ്പെടെ അനവധി ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അരങ്ങേറിയത്. അതിന്റെ 10-1 പോലും ഈ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല. അന്ന് ഭരണത്തിലിരുന്ന നിങ്ങളുടെ കഴിവില്ലായ്മയാണ് അന്ന് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമാക്കിയത്. അതിനെയൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾ പോലും ഇപ്പോൾ ഭരിക്കുന്നവരുടെ തലയിലിടാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ സതീശ? ആട്ടെ, കോൺഗ്രസിന് കേരളത്തിൽ എന്താണ് ക്രിസ്ത്യാനികളോടുള്ള നിലപാട്? അതൊന്ന് പറയാം. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ക്രിസ്ത്യൻ സമുദായത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഏതൊക്കെ വിഷയങ്ങളിലാണ് സതീശനും സതീശന്റെ കോൺഗ്രസ് പാർട്ടിയും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇടപെട്ടിട്ടുള്ളത് എന്ന് ഒന്ന് ചൂണ്ടിക്കാണിക്കാം. നമ്മുടെ ഇടുക്കി രൂപതയുടെ അരമന അടിച്ചു തകർത്ത് ആനക്കുഴിക്കാട്ടിൽ പിതാവിനെ പടക്കമെറിഞ്ഞത് സതീശന്റെ പാർട്ടിക്കാർ തന്നെ ആയിരുന്നില്ല. അവർക്കെതിരെ എന്താണ് കോൺഗ്രസ് നടപടിയെടുത്തത്? ഒരു നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല, അവരുടെ സ്ഥാനക്കയറ്റം നൽകുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഭാരതത്തെ ഞെട്ടിച്ചൊരു കേസാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയെടുത്തത്. ഇസ്ലാമിക മതമൗലികവാദികൾ ജോസഫ് മാഷിന്റെ കൈവെട്ടിയെടുത്തപ്പോൾ ആ വിഷയത്തിൽ എന്തായിരുന്നു നിങ്ങൾ കോൺഗ്രസ്സുകാരുടെ നിലപാട്? നിങ്ങൾ ഒരക്ഷരം അതിനെതിരെ മിണ്ടിയോ? എവിടെയെങ്കിലും നിങ്ങൾ പ്രതിഷേധിച്ചോ? എന്തെങ്കിലും ഒരു പ്രതിഷേധ പ്രകടനം നിങ്ങൾ നടത്തിയോ? നിയമസഭയിൽ ആ വിഷയം നിങ്ങൾ ഉന്നയിച്ചു? ഇല്ലല്ലോ. നിങ്ങൾ മൗനം ഭജിക്കുകയല്ലേ ചെയ്തത്. അതുപോലെ തന്നെ ആ വിഷയം കഴിഞ്ഞു, അദ്ദേഹത്തെ കോടതി നിരപരാധിയായിട്ട് വിട്ടിരിക്കുന്നു. ഇതുവരെ നിങ്ങളിൽ ആരെങ്കിലും ജോസഫ് മാഷിന്റെ വീട് സന്ദർശിച്ച് അദ്ദേഹത്തിന് ഒരു ഐക്യദാർഢ്യം നൽകിയുണ്ടായിട്ടുണ്ട്? ഇല്ലല്ലോ. അപ്പോൾ ആരെ ഭയന്നിട്ടാണ് നിങ്ങളെ ജോസഫ് മാഷിനെ ഇതുവരെ സന്ദർശിക്കാത്തത്? അത് നിങ്ങളെ അടിമകളാക്കി വെച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെ? അതുപോലെ തന്നെയല്ലേ എരുമേലിയിലെ സെന്റ് തോമസ് സ്കൂളിൽ ഒരു NCC ക്യാമ്പിനിടയിൽ അവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികൾക്ക് പന്നിയിറച്ചി മറ്റു ഭക്ഷണങ്ങൾ കൊടുത്ത കൂട്ടത്തിൽ പന്നിയിറച്ചി അവിടെ ബാക്കി വന്നത് കൊടുത്തു എന്ന് പറഞ്ഞ് അവിടെ ഇസ്ലാമിക മതമൗലികവാദികൾ പ്രശ്നം ഉണ്ടാക്കുകയും അത് കൊടുത്തുവെന്ന് ആരോപിച്ച് ഒരു കായിക അധ്യാപകനെ തല്ലി അവശനാക്കുകയും ആ സ്കൂൾ അടിച്ചു തകർക്കുകയും ചെയ്തു. ആ വിഷയത്തിൽ നിങ്ങൾ കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു? നിങ്ങളുടെ പ്രാദേശിക നേതാക്കളുടെ നിലപാട് എന്തായിരുന്നു? എല്ലാം തന്നെ സ്കൂളിനെതിരായിരുന്നു. അവിടുത്തെ മതമൗലികവാദികൾക്കൊപ്പമായിരുന്നു കോൺഗ്രസ്.
അല്ലേ? അതുപോലെ തന്നെയല്ലേ ഈ അടുത്ത് കർണാടകയിൽ ഹിജാബ് വിഷയം ഉണ്ടായത്? ആ വിഷയം കർണാടകയിൽ കത്തി നിൽക്കുമ്പോഴല്ലേ ഇവിടുത്തെ 5ഓളം ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ അനാവശ്യമായ ഹിജാബിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കിയത്? പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് ആഘോഷം ഒട്ടും സഹിക്കാനാകാത്തത് കേരളത്തിലെ കോൺഗ്രസുകാർക്കാണ് എന്നാണ് ഖാസ പറയുന്നത്. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കോൺഗ്രസ് എന്താണ് ചെയ്തത് എന്നും ഖാസ ചോദിക്കുന്നു. യജമാനന്മാരായ ഇസ്ലാമിസ്റ്റുകളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ഇത്തരത്തിൽ ഓരോന്ന് ചെയ്യുന്നതെന്നും ഖാസ പറയുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.